പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീന സമയത്തിന് വേണ്ടി അതിന് മണ്ണെണ്ണയും പിടിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. രാവിലെ മുറ്റത്തൊക്കെ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ ആയി ഇപ്പം വീഡിയോ ഇട്ടിട്ട്. മെയിനായിട്ടും ഈ ചൂടായത് കാരണം വെളിയിലോട്ട് ഇറങ്ങാനേ മേലെ. രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കും, വൈകിട്ട് വെള്ളം ഒഴിക്കും. ഇത് തന്നെയായിരുന്നു പണി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചൊഴിക്കൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല. ഒന്നാമത് ചൂട് കൊണ്ട് വിയർത്ത ഒരു പരുവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ വിയർത്താണ്. അത്രയും രാവിലെയാണ് നിൽക്കുന്നത്. 8 മണി ആ സമയം ആകുന്നതേ ഉള്ളൂ കേട്ടോ. ആ സമയത്താണ് ഞാൻ വിനോദനോട് പറഞ്ഞിട്ട്, കാരണം ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ ഐസൊക്കെ വീണിട്ട് അങ്ങനെ നല്ല മഴയായിരുന്നു. ഭയങ്കര കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണം ഞാൻ വിനോദനോട് പറഞ്ഞു ഇവിടേക്ക് ഒന്ന് മണ്ണെണ്ണ ഒഴിക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം പാമ്പിൻ്റെ പേടിയുള്ളത് കാരണേ. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൽ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഈ ഭാഗത്ത് ഒരുപാട് ചെടി ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ എന്നും അമ്മയും ലവ്ലിയും വിളിച്ച് വഴക്കാണ്. അതെല്ലാം അവിടെ നിർത്തി മാറ്റി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചൂട് ഒക്കെ കഴിഞ്ഞ് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാം. ഇപ്പം ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം എടുത്ത് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഒരു പേടിയുണ്ട്. അത്രയും ഞാൻ അവിടെ തിക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് എല്ലാം. അപ്പം ഈ ഒരു അതും വീടിനോട് ചേർന്ന ഭാഗമാണ്. ഈ അറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ ചെടി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അത്ര ഭംഗിയൊന്നും ഇല്ലാണ്ട് ചുമ്മാ വലിച്ചു വാരിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിറച്ച് പുല്ലുമൊക്കെ ആയിട്ട് ഇപ്പോൾ 2-3 മഴയൊക്കെ പെയ്ത് പിന്നെ ഈ ചൂട് കാരണം ഞാൻ അത്ര എന്നെക്കൂടെ പറ്റുന്നില്ല. കാരണം വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറ്റത്തിറങ്ങിയിട്ട് ഇതിന് വളം കൊടുക്കുക, പിന്നെ അത്രയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ. കൂടുതൽ ഈ പുല്ല് പറിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ആരെയും വിളിച്ചിട്ട് അവരെയും കിട്ടാനില്ല കേട്ടോ. ഇന്നലെയും ഞാൻ വിളിച്ചു, ഇന്നും വിളിച്ചു. പക്ഷേ അവർ അടുത്ത ആഴ്ച നോക്കട്ടെ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വിനോട്ടം പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചോളും, രാവിലെയും വൈകിട്ടും ഒഴിച്ചോളും. അത് എനിക്ക് വലിയൊരു ജോലിയല്ല. പക്ഷേ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡാവും. ഈ ചൂട് കാരണം ഒരു രക്ഷയില്ല. എല്ലാവരും ഇത് തന്നെ പറയുന്നത് കേട്ടോ. ചൂട് പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിലൊക്കെ ആരും സഹായിക്കാനും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഓടി ഒരു ഫാനും ഇട്ട് അവിടെ എവിടെയെങ്കിലും മാറിയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ തയ്ക്കും, ആ സമയത്തിന് തയ്ക്കുക, അങ്ങനെ വീടിൻ്റെ അകത്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു കൃഷ്ണനെ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചത് എൻ്റെ ഫ്രണ്ട് വിധുവിൻ്റെ കൃഷ്ണനെ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ തുടക്കം ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് അവർക്ക് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ലാസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞേണ്ട നമ്മൾ തൂത്ത് കൂട്ടുന്ന സ്ഥലത്ത് കറക്റ്റ് അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ എവിടെ തൂക്കുന്നോ അവിടെ വന്ന് കറക്റ്റായിട്ടിരിക്കും. വീടിൻ്റെ അകത്താണെങ്കിൽ ഇത് തന്നെയാണ് ഇവളുടെ പണി. ഇങ്ങനെ ഇവളെ കുടഞ്ഞ് അവളുടെ കൈയും കാലും എല്ലാം തട്ടി കളഞ്ഞേച്ചാണ് ഞാൻ ഓരോ പ്രാവശ്യവും തൂത്ത് മാറ്റാനായിട്ട്. അത് വീടിൻ്റെ അകത്തും അതെ പുറത്തും അതെ. റോഡ് തൂക്കാൻ ഇറങ്ങിയാലും ഇതുപോലെ ആ കറക്റ്റ് അത് ഞാൻ എവിടെയാണോ തൂത്ത് കൊണ്ടുപോകുന്നത് അതിനൊപ്പം അവൾ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇനി ഇവളുള്ളതുകൊണ്ട് എനിക്ക് പാമ്പിനെ ഇച്ചിരി പേടിക്കുറവുണ്ട്. എന്നാലും ചില സമയത്ത് നമുക്ക് ഇത്രയും അടുത്തിരിക്കുമ്പം ഇനി ഇവളെ ഉപദ്രവിച്ചാൽ പോലും ഒന്ന് പേടിക്കണമല്ലോ. പിന്നെ ഇവക്കുള്ളൊരു സ്വഭാവം എന്നാന്ന് വെച്ചാൽ കാണുന്ന കൊച്ചു പാമ്പൊക്കെ ആണെങ്കിൽ അതിനെ പിടിച്ച് വീട്ടിനകത്ത് കൊണ്ടുവരും. വഴി കിടക്കുന്നതിനെ പോലും, റോഡിൽ കിടക്കുന്ന പാമ്പാണെങ്കിൽ പോലും അതിനെ തല്ലി എന്നാൽ അവിടെ ഇട്ടേച്ച് പോരുകയില്ല, അതിനെ എടുത്ത് വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് വെക്കും. പക്ഷെ നമ്മളത് കാണണമെന്നില്ല, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അതിനെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം അവൾക്കുണ്ട്. ഇപ്പോൾ വിനോട്ടൻ അച്ചുവിനെ കൊണ്ട് വിട്ടേച്ച് തിരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. വിനോട്ടൻ അവിടെ മണ്ണെണ്ണ ഒഴിക്കുന്ന സമയത്തിന് ഞാൻ അവിടെ എല്ലാം തൂത്തൊക്കെ കഴിഞ്ഞിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് കുറേ ആയി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇറങ്ങി കുറച്ചൊക്കെ ചെടിയുടെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ചെടി വലുതായിട്ടൊക്കെ കിടന്നിട്ടേ എനിക്ക് അത് മാറ്റാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്.
അപ്പോൾ ഇവിടെ ആ ഒരു ഭാഗത്ത് കുറേ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ടിട്ട്. അവിടെ നിന്നെല്ലാം ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു കുറേയൊക്കെ. അപ്പോൾ അത് ഇവിടെ ഞാൻ ആ പിറ്റൂണിയായിട്ട് അത് എൻ്റെ വീണ്ടും താഴെ പോയി. മിക്കവാറും ഇത് പോകുന്ന രക്ഷപ്പെട്ട് കിട്ടുന്നതിന് സംശയമാണ്. പിന്നെ ഇത് മാൻഡിവില്ല, അതിങ്ങനെ വള്ളിയായിട്ട് കയറി പോകുന്നതല്ലാതെ ഒരൊറ്റ പൂ വരുന്നില്ല കേട്ടോ. എന്തെല്ലാം വളം ഞാൻ ചെയ്യുന്നു അതിനകത്തൊരു പൂ പോലും വരുന്നില്ല. എന്നാലും ഞാനതിനെ ആ തൂണിൽ അങ്ങോട്ട് അങ്ങനെ കയറ്റി വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ. ഇനി ഇവിടെ വെച്ചിട്ട് അത് ശരിയാകുന്നില്ലെങ്കിൽ ഇനി ഇവിടുന്ന് സ്ഥാനം ഞാൻ മിക്കവാറും മാറ്റും ഇതിൻ്റെ. കാരണം എങ്ങോട്ട് മാറ്റിയാലാണ് ഇതിനകത്തൊരു പൂ വരുന്നതെന്ന് കാണണമല്ലോ. മേടിച്ചപ്പം 2 or 3 പൂ ഉണ്ടായിരുന്നു അതിൽ, പിന്നെ ഒരു പൂ പോലും ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഇതിലുണ്ടായിരുന്ന അവിടെ ഒരു ഹാങ്ങിങ് ബോർഡ് ചുമ്മാ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കിളുത്ത് വന്നതാണ് കേട്ടോ, ടർട്ടിൽ വൈനും അതൊക്കെ. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് അതിനകത്ത് വെള്ളമാണ് നിറച്ച് വെച്ചിരിക്കുന്ന. അപ്പോൾ അതിൽ നല്ല ശരിക്കും വേര് വരും കേട്ടോ. ഞാനിപ്പം എടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് നിറച്ച് വേര് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, വെള്ളത്തിൽ കിടന്ന കാരണം നിറച്ച് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഒരു പോട്ടിലോട്ട്, ഹാങ്ങിങ് പോട്ടിലോട്ട് നേരെ അങ്ങ് നട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പിന്നെ പിടിച്ച് വന്നോളും. മറ്റേ പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ ഓരോ നോട്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കുഴിച്ച് അങ്ങനെ ഇടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനതില്ല. ഇങ്ങനെ ഒരു നേരത്തെ വെള്ളത്തിൽ ഇറക്കി വെക്കുമായിരുന്നു. പക്ഷേ അത് ഓരോന്നെടുത്ത് ഞാൻ നടുമ്പോഴത്തേക്കും അത് ചിലതൊക്കെ രക്ഷപ്പെട്ട് കിട്ടുമായിരുന്നു, ചിലതൊക്കെ പോകുമായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരുമിച്ചാക്കി വെച്ചിട്ട് അങ്ങനെ അതവിടെ വെച്ചു. അതിനെയും തൂക്കിയിട്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊരു കിളിക്കൂടും കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്രണ്ടിലെ ഈ ഭാഗത്ത് ചെടിയൊക്കെ പൊക്കം കൂടിയതുകൊണ്ട് അത് ഈ പുറയിൽ ഇങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ നിന്നിട്ട് ഈ ബുദ്ധൻ്റെ മുഖമൊന്നും കാണാത്ത പരുവത്തിലായിരുന്നേ. അപ്പം ഞാൻ അതിനെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഉണങ്ങിയതിനെ എല്ലാം വെട്ടിക്കളഞ്ഞ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൽ നിന്നുള്ള പഴുത്ത ഇലയെല്ലാം മാറ്റിക്കളയും. പിന്നെ ഉണങ്ങിയ വള്ളികൾ അതെല്ലാം വെട്ടിക്കളയും. അതൊക്കെ ചെയ്യും. പക്ഷേ ഇതിങ്ങനെ നിന്നപ്പോഴത്തേക്കും ഈയിടെ ഈ ചൂട് കാരണം പുറത്തിറങ്ങാതെ നിന്നത് കാരണം അത്ര ഒരു കെയറിങ് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അകത്തിരുന്ന് അതിനെ എടുത്ത് വെളിയിലോട്ട് വെച്ചു. അത് അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു ചെടിച്ചട്ടിയായിരുന്നു. ഞാൻ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാണ് ഇത്രയും ദിവസം വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഒന്നീ ഇവിടെ വിനോട്ടനോ അച്ചോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കിട്ടണം, അതല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് കിട്ടാം. അപ്പം ഞാൻ ഈ വെയിറ്റൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ്. എന്നെ എല്ലാവരും വഴക്ക് പറയണം, ഇങ്ങനെ വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് നിർത്തിയത്. അല്ലെങ്കിൽ ഞാനിതിന് മുന്നേ അത് ചെയ്ത് തീർത്തേനെ. അപ്പോൾ ഈ ഒരു പാമ്പിൻ്റെ ചെടി അത് അവിടുന്ന് മാറ്റാനായിട്ട് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലതായിട്ട് വലുതായിട്ട് വന്നതാണ്. പക്ഷേ ഞാൻ വീട്ടിൽ പോയി നിന്ന് ഒരാഴ്ച നിന്ന് വീട്ടിൽ പോകേണ്ട ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിന് വെള്ളം കിട്ടാണ്ട് അതങ്ങ് കരിഞ്ഞു പോയി. അപ്പോൾ ആ കരിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന 2 ഇലയാണ് ഇപ്പോഴും അത് കുറേ കാലമായിട്ട് ആ 2 ഇലയായിട്ട് അങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ എടുത്ത് വെളിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു നാമ്പ് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വെയിൽ കൊള്ളുമൊക്കെ ആണെങ്കിലേ ചിലപ്പോൾ നന്നായിട്ട് വന്നേക്കാം. പിന്നെ ഈ ഒരു റബ്ബർ പ്ലാന്റിനെ എടുത്ത് ഞാൻ അകത്തോട്ട് വെക്കാനായിട്ട് എല്ലാം ഒന്ന് തൂത്ത് തുടച്ചു. ഞാനിപ്പോൾ എടുത്ത് അതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. എടുത്ത് വെച്ചു. പക്ഷേ ഞാൻ പിന്നെ എടുത്ത് മാറ്റി. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് വേണം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത മുഴുവൻ വീഡിയോ ഇന്ന് ഞാൻ ഇടുന്നില്ല. അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടാൻ കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാം കൂടി ഇന്നിപ്പം അങ്ങനെ ഇടണ്ട. കാരണം ഒരുപാട് ജോലി ചെയ്ത് അപ്പോൾ ഒരുപാട് നേരം എടുത്ത് കേട്ടോ. അപ്പോൾ അത് ഇടുമ്പോൾ ഒരുപാട് സമയം ഇടേണ്ടി വരും. അപ്പോൾ ആദ്യം പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ എല്ലാം ഒന്ന് റെഡിയാക്കി. അപ്പോൾ വെളിയിരുന്ന് ആ പൊക്കമുള്ള ചെടികളൊക്കെ നോക്കിയെടുത്ത് വെച്ചു. പിന്നെ അതേ വളമൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാനൊന്നും ചെയ്യുന്നില്ല. അത് ആ പാക്കറ്റെല്ലാം അതുപോലെ വിനോട്ടനോട് പറഞ്ഞ് മേടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതങ്ങോട്ട് വീണ്ടും മെയിൻ ഡോറിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന പോത്തോസാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കരിഞ്ഞ ഇലയൊക്കെ ഉണ്ടായിരുന്നു, വള്ളിയുണ്ടായിരുന്നു. അതെല്ലാം വെട്ടിക്കളഞ്ഞ് സിറ്റ് ഔട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് കേട്ടോ. അത് ദിവസവും തൂക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചെടിയൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. ഇതാണ് കൃഷ്ണൻ. ഈ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. കൃഷ്ണനെ ഇങ്ങനെയാണ് എൻ്റെ കയ്യിലോട്ട് തന്നത്. പിന്നെ ഞാൻ നന്നായിട്ട് അണിയിച്ചൊരുക്കിയതാണ് കൃഷ്ണനെ. അപ്പോൾ നമുക്കിനി ആ വീഡിയോ കാണാം. വിധു വന്ന് എൻ്റെ ഇത് വെച്ചിട്ട് പോകുന്ന വീഡിയോയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും കൃഷ്ണനെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.